guys, once again welcome back to my channel. So guys, ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. ദ റീസൺ ബീങ് ലാസ്റ്റ് മന്ത് 13th and 14th ഞങ്ങൾ മഹാരാഷ്ട്രയിൽ ഹോലി സെലിബ്രേറ്റ് ചെയ്ത് ഇപ്പം നമ്മളുടെ നാട്ടിലും ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യും ഞങ്ങൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തത്, പ്ലസ് ഇതിൻ്റെ റീസൺ എന്തുവാ നമ്മൾ ഹോലി സെലിബ്രേറ്റ് ചെയ്യുന്നത്. So without wasting much of your time, let's quickly get started. So guys, ഈ വർഷത്തെ ഹോലി കുറച്ച് സ്പെഷ്യലാണ് ബിക്കോസ് അരുണേട്ടൻ ഒരിക്കലും ഹോലി സെലിബ്രേറ്റ് ചെയ്തിട്ടില്ലാണ്. സോ ഓൾ ദ വേ ഹി കെയിം ഫ്രോം കേരള ടു സെലിബ്രേറ്റ് ഹോലി ഇൻ മഹാരാഷ്ട്ര ഫസ്റ്റ് ഓഫ് ഓൾ. ദെൻ സെക്കൻഡ്, ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് റീസൺസ് പറയാം ഹോലി എന്താ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പല കഥകളുണ്ട് ഹോലി സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഫോർ ഡേ 1 നമ്മൾ കുറേ ബോൺഫയർ ഒക്കെ കത്തിക്കും. അപ്പോൾ അതങ്ങനെ പറയുന്നത് ഹിരണ്യകശിപന്റെ സിസ്റ്റർ കൊല്ലാൻ വരുമ്പം ആ ബോൺഫയർ ഈ പുള്ളിക്കാത്തി തന്നെ അങ്ങ് കത്തിപ്പോന്നെ. ദിസ് ഇസ് വൺ. രണ്ടാമത്തെ റീസൺ പറയുന്നതെന്ന് വെച്ചാൽ സീസൺ ചേഞ്ച് ആവും. പറഞ്ഞാൽ വിന്റർ തീർന്നിട്ട് സ്പ്രിംഗ് തുടങ്ങും. അത് കാരണം ഹോളിയുടെ ആ ഡേ 1 നമ്മൾ ബോൺഫയർ ഇവിടെ കത്തിക്കും. നിങ്ങൾക്ക് ഞാൻ ഫർദർ വീഡിയോയിൽ കാണിക്കാം എങ്ങനെയാ കമ്പൊക്കെ ഇട്ടിട്ട് ബോൺഫയർ കത്തിക്കുന്നത്. പിന്നെ ആ കത്തിന് തീയിൽ നമ്മൾ കുറേ പൂജയൊക്കെ ചെയ്യും. അങ്ങനെ പല പരിപാടികളുണ്ട്. പിന്നെ കുറേ വീട്ടിൽ പല പല പലഹാരം ഉണ്ടാക്കും. അത് ആ പൂജയിലെല്ലാം ഇടും. പിന്നെ ഇതാണ് ഡേ 1. എന്നിട്ട് ഡേ 2 ആകുമ്പോൾ നമ്മൾ കുറേ കളർ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാമായിട്ട് കളറൊക്കെ കുറേ കളിച്ച് അടിച്ചു പൊളിക്കും. തന്നെ ഈ കളർ വെച്ച് കളിക്കുന്നതിന് വെച്ചാൽ അതിൻ്റെ പുറകെ കൃഷ്ണനും രാധയുടെയും ഒരു നല്ല സ്റ്റോറി ഉണ്ട്. അതെനിക്ക് റീസെൻ്റ്ലി ഈ ഇടയ്ക്ക് ഞാൻ മനസ്സിലാക്കിയത്. അതിൻ്റെ സ്റ്റോറിന്ന് വെച്ചാൽ കൃഷ്ണൻ്റെ ഒരു നിറം ഒരു ബ്ലൂയിഷും അങ്ങനത്തെ ഉള്ള നിറം ആയിരുന്നല്ലോ. അപ്പം കൃഷ്ണന് രാധ ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പം കൃഷ്ണൻ വിചാരിക്കും എൻ്റെ ഈ നിറം കൊണ്ട് രാധ എന്നെ ഇഷ്ടപ്പെടുവോ ഇല്ലയോ. കൃഷ്ണൻ ഒത്തിരി വലിയ കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പം കൃഷ്ണൻ ഇങ്ങനെ യശോദാമ്മ, അതായത് കൃഷ്ണൻ്റെ അമ്മയുടെ അടുത്ത് പോയി ഇങ്ങനെ ചോദിക്കും, എനിക്ക് ഇങ്ങനെ കളർ ചെയ്തുകൊണ്ട് എനിക്ക് രാധ ഇഷ്ടമാണ്, പക്ഷെ രാധയ്ക്ക് എന്നെ ഇഷ്ടമാണോ അല്ലയോ അതെനിക്ക് എങ്ങനെയാ മനസ്സിലാവുന്നത്. അപ്പം യശോദാമ്മ, അതായത് കൃഷ്ണൻ്റെ അമ്മ, കൃഷ്ണൻ്റെ അടുത്ത് പറയും ശരി നീ ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ട് രാധയുടെ അടുത്ത് പറ, രാധയും കളർ പെരട്ടിയിട്ട് അതുപോലെ തന്നെ രാധയുടെ അടുത്ത് പറ നിനക്ക് ഏത് കളറാ എൻ്റെ മോളിൽ ഇഷ്ടം, നീ അത് എൻ്റെ മോളിൽ പെരട്ടാൻ. അങ്ങനെ രാധയും കൃഷ്ണൻ ഇങ്ങനെ രാധയുടെ അടുത്ത് പോവും. എന്നിട്ട് രാധയുടെ അടുത്ത് ഇങ്ങനെ കാര്യം പറയും, എനിക്ക് ഇനി എൻ്റെ ഇങ്ങനെ കളർ, അപ്പം നിനക്ക് ഏത് കളർ ഇഷ്ടപ്പെടുന്നേ, നീ എൻ്റെ മോളിൽ പെരട്ട. അങ്ങനെ പരസ്പരം അവർ കളർ പെരട്ടിയിട്ട് കുറേ കളിക്കും. അങ്ങനെ അവിടെ, അതായത് കളറും നിറത്തിലും ഒന്നും അല്ല ഇരിക്കുന്നത്. അങ്ങനെ അതൊരു ബെഞ്ച് മാർക്ക് അവർ സെറ്റ് ചെയ്യും ദാറ്റ് ലവ് ഈസ് ഇറ്റേർണൽ, ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡൻറ്റ് ഓൺ അപ്പിയറൻസസ് ഓർ മേ ബി കളർ ഓർ സംതിങ് ദാറ്റ് സോർട്ട് ഓഫ്. സോ ഇതും ഒരു റീസണാണ് ഹോലി നമ്മൾ കളിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഇതാണ് 2-3 സ്റ്റോറി. പക്ഷെ ഓരോ പുരാണത്തിൽ പല പല സ്റ്റോറീസാണ് എഴുതിയിരിക്കണേ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടാവുന്നേ ഉള്ളൂ. ഞാൻ റഫ്ലി ഒരു സ്റ്റോറി നിങ്ങളുടെ അടുത്ത് ഓരോ ഷോർട്ട് ജസ്റ്റ് ആയിട്ട് പറഞ്ഞതാ. സോ ഇനി നമുക്ക് കാണാം ഞങ്ങൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തത് ഹോലി. ഇന്നത്തെ ഡേ 1 ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ഗൈസ്, ഇവിടെ ഹോലി സെലിബ്രേഷൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിനെല്ലാവരും നോക്ക്, അവിടെ ഓരോരുത്തർ അതിനെ പൂജിക്കുക. നമ്മൾ പല പലഹാരമൊക്കെ ഉണ്ടാക്കും ദൈവത്തിന്. അതെല്ലാം ഈ കത്തിനെ തീയിലോട്ടാണ് ഇവരിടുന്നത്. കൊച്ചിനെ അവർ പൂജിക്കുക. അരുണേട്ടൻ ഫസ്റ്റ് ടൈം ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നേക്കണം. അപ്പം ഐ തോട്ട് ഞാൻ വീഡിയോ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഇവിടെ ഹോലി സെലിബ്രേഷൻ എങ്ങനെയാണ് അത് കാണിച്ചു തരാം. ഇങ്ങനെ കുറേ കമ്പുകൾ ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് അതിനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് കത്തിക്കും. ഇതിനി കുറേ അങ്ങ് കത്തി കയറും. എല്ലാവരും അവിടെ പൂജിക്കുക. താഴെ ഈ ആൻറ്റി ബ്രദ പൂജിക്കുക, കുങ്കുമം എല്ലാം പെരട്ടി. സോ ബേസിക്കലി ഞങ്ങൾ സാധാരണ വെളിയിലൊക്കെ പോകുന്നതാണ്. പക്ഷേ ഈ തവണ ഞങ്ങളുടെ ഇതാണ് ഞങ്ങളുടെ ക്വാർട്ടർ. ഇത് ഇവിടുത്തെ ലാസ്റ്റ് ഹോലി ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ഇവിടെ തന്നെ സെലിബ്രേറ്റ് ചെയ്യാം. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ ഇവിടെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് ഇവിടെ കളറൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് കൂടാതെ ഇവിടെ കുറേ ബക്കറ്റ്സ് നിരത്തി വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം വെള്ളത്തിൽ കളിക്കാനായിട്ട്. ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇവിടെ ഞങ്ങൾ ഹോലി സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഇന്ന് ബേസിക്കലി ഹോളിഡേ ഡേ 2 ഇന്ന് ആ കളറൊക്കെ പെരട്ടിനെ. ഇന്ന് ഞങ്ങളെല്ലാവരും ഹോളിഡേ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. കസിൻ എല്ലാം വന്നിട്ടുണ്ട്. സോ ഇനി ഞങ്ങൾ സ്റ്റാർട്ട് ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്യാൻ പോയേക്കുക. ഇനി പോത്തേ ഉള്ളു ചെയ്യാനായിട്ട്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ കളിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇത് നോക്കി ഇങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവർക്കും ഹോളി കളർ പെരട്ടുക. ഇനി ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളു. യെസ്, ഈ കുട്ടാ
ബാബുജിക്ക് മോളിയിട്ടേ. ബാബുജിക്ക് കളർ ഞങ്ങൾ ഇടത്തില്ല, പക്ഷെ പകരം വെള്ളത്തിൽ ഞങ്ങൾ നനപ്പിക്കും. ഇട്ടോ ആരെ അറിഞ്ഞിട്ടാ റിന്ന മോളി ഇടാനായിട്ടാ. ഹോളി ഗായ്സ്, ഇങ്ങനെ ഞങ്ങള് ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്നേ. ഗായ്സ്, വെള്ളത്തിൽ സ്പെഷ്യൽ അപ്പിയറൻസ് വന്നിട്ടുണ്ട്. ഗൗരി ചേച്ചിയും ശ്രീജ ചേട്ടനെ ഞങ്ങള് കളറി നനയ്ക്കാൻ പോവാ. ഇപ്പം ഹാപ്പി ഹോളി. കളിക്കുന്നു, അല്ലെങ്കിൽ ഇച്ചിരി തേച്ചാ മതി. സാറിന് വെള്ളത്തിൽ നമുക്ക് നനയ്ക്കാനുള്ള ഓ വെള്ളം ഒഴിച്ചപ്പോ എന്റെ കുഞ്ഞ് പേടിച്ചു. ഓ മമ്മ രണ്ടുപേരെ കുളിച്ച് വെള്ളത്തിൽ നിൽക്കുന്ന നോക്കും. മൂന്നാമത്തെ ആള് ഇതാ ഇവിടെ നിൽക്കുന്നത്. ബാബുജിക്ക് വെള്ളത്തിന്റെ അഭിഷേകം നടക്കുക. ബാബുജി സോ ഗൈസ്, ഹോപ്പ് ഞങ്ങൾ ഹോലി എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തത് നിങ്ങൾ കണ്ടു കാണും. ഡെക്കറേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഹോലി കളിക്കുമ്പം അതിൻ്റെ പുറകെ ഇതായിരുന്നു സ്റ്റോറി. അത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ ആലോചിച്ചാൽ മതി. അതുപോലെ നമ്മളുടെ വഴക്കും എല്ലാം ഈ ഹോലി നമ്മൾ ബേൺ ചെയ്യുമ്പം നമുക്ക് ആരുടെങ്കിലും കൂടെ ദേഷ്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറി കിട്ടും. ഹോപ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട്. ഇഫ് യു ലൈക്ക് ദ വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ, ടേക്ക് കെയർ.